എല്ലാവർക്കും വെബ്മാഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ടോപ്പ് നാവിഗേഷൻ ബാർ കൊടുക്കുന്നത് എങ്ങനെയെന്നും മൗസ് ഓവർ കൊടുക്കുന്നത് എങ്ങനെയെന്നും ആക്റ്റീവ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇന്ന് നമ്മൾ സൈഡ് ബാർ എങ്ങനെ കൊടുക്കാമെന്നാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നാവിഗേഷൻ ബാർ ടോപ്പിലാണ് കൊടുത്തത്. ടോപ്പ് ബാർ ആയതുകൊണ്ട് ക്ലാസ് നെയിം ടോപ്പ് നാവ് എന്നാണ് കൊടുത്തത്. ഇവിടെ നമ്മൾ സൈഡ് ബാർ ആയതുകൊണ്ട് സൈഡ് നാവ് എന്ന ക്ലാസ് നെയിം കൊടുക്കാം. ഇനി നേരത്തെ ടോപ്പ് നാവിൽ കൊടുത്ത സ്റ്റൈൽസ് ഒന്നും വർക്കാവില്ല. സോ നമുക്ക് ടോപ്പ് നാവിൻ്റെ സ്റ്റൈൽസ് എല്ലാം ക്ലിയർ ചെയ്യും. ഇനി സൈഡ് നാവ് എന്ന ക്ലാസ്സിന് സ്റ്റൈൽ കൊടുക്കാം. ഡോട്ട് സൈഡ് നാവ് ക്ലാസ് നെയിം, അതിനുള്ളിൽ വിഡ്ത്ത് 150 പിക്സൽ, സൈഡ് ബാറിന് വിഡ്ത്ത് 150 പിക്സൽ കൊടുക്കാം. അടുത്തത് ഹൈറ്റ് 100%. നമ്മുടെ ബ്രൗസറിൻ്റെ ഹൈറ്റ് സൈസ് എത്രയാണോ അതിൻ്റെ 100% കിട്ടാനാണ് ഹൈറ്റ് 100% എന്ന് കൊടുക്കുന്നത്. സൈഡ് ബാർ നമുക്ക് സ്ക്രോൾ ചെയ്താലും മൂവ് ചെയ്യരുത്. അതിനുവേണ്ടി പൊസിഷൻ ഫിക്സഡ് കൊടുക്കാം. അടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ, അടുത്ത പാഡിങ് ടോപ്പ്. പാഡിങ് കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഇവിടെ പാഡിങ് ടോപ്പ് 30 പിക്സൽ കൊടുത്താൽ സൈഡ് ബാറിൽ ടോപ്പിൽ നിന്ന് 30 പിക്സൽ താഴേക്ക് മാറിയേ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് കാണുകയുള്ളൂ. ഇനി നമുക്ക് ബ്രൗസറിൽ നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇവിടെ സൈഡ് ബാറിന് വിഡ്ത്ത് കൊടുക്കാൻ വിഡ്ത്ത് പ്രോപ്പർട്ടിയിൽ 150 പിക്സൽ സൈസ് കൊടുത്തു. സൈഡ് ബാറിൻ്റെ ഹൈറ്റ് കൊടുക്കാൻ ഹൈറ്റ് എന്ന പ്രോപ്പർട്ടിയിൽ 100% കൊടുത്തു. 100% കൊടുക്കുന്നത് നമ്മുടെയൊക്കെ സ്ക്രീൻ സൈസ് ഡിഫറെൻ്റ് ആണല്ലോ. ഏത് റെസൊല്യൂഷനുള്ള സ്ക്രീൻ ആയാലും അതിൻ്റെ ഫുൾ ഹൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് 100% എന്ന് കൊടുക്കുന്നത്. അടുത്തത് പൊസിഷൻ ഫിക്സഡ് കൊടുത്തത്. നമ്മൾ സ്ക്രോൾ ചെയ്താലും ഈ സൈഡ് ബാറിൻ്റെ പൊസിഷന് മാറ്റം സംഭവിക്കരുത്. അത് അവിടെ ഫിക്സഡ് ആയി കിടക്കണം. അതിനു വേണ്ടിയാണ് പൊസിഷൻ ഫിക്സഡ് എന്ന് കൊടുത്തത്. അടുത്തത് സൈഡ് ബാറിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തു. അടുത്ത പ്രോപ്പർട്ടിയാണ് പാഡിംഗ് ടോപ്പ് എന്നത്. ഇവിടെ പാഡിംഗ് ടോപ്പ് 30 പിക്സൽ കൊടുത്താൽ സൈഡ് ബാറിൽ ടോപ്പിൽ നിന്ന് 30 പിക്സൽ താഴേക്ക് മാറിയ നമ്മൾ കൊടുക്കുന്ന അടുത്ത കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ മെനൂസിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് അണ്ടർലൈനൊക്കെ മാറ്റി വ്യക്തമായി റീഡ് ചെയ്യാവുന്ന പോലെ ആക്കാം. അതെങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ഡോട്ട് സൈഡ് നാവ് എ എന്ന ടാഗിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എ കളറ് കൊടുക്കുക. അടുത്ത ടെക്സ്റ്റ് ഡെക്കറേഷൻ നന്നായി കൊടുക്കുക. അപ്പോൾ അണ്ടർലൈൻ മാറും. അത് കഴിഞ്ഞ് ഫോണ്ട് സൈസ് കൊടുക്കുക. ഇനി നമുക്ക് ബ്രൗസറിൽ നോക്കാം. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇതിൽ ഒറ്റ ലൈനിലാണ് ഈ മെനൂസ് എല്ലാം കിടക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നും ഓരോ ലൈനിൽ വേണം കൊടുക്കാൻ. അതെങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ബ്ലോക്ക് എന്നത്. നമുക്കത് എ ടാഗിൽ കൊടുക്കാം. ഇനി ബ്രൗസറിൽ നോക്കാം. ഓരോന്നും താഴെ ആയത് കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് അടുത്തിരിക്കുമല്ലേ. അപ്പോൾ ഇനി നമുക്ക് പാഡിങ് കൊടുക്കാം. പാഡിങ് ടോപ്പ് പാഡിങ്ങിന് വേണ്ടി ആദ്യം 7 പിക്സൽ, അടുത്ത 9 പിക്സൽ,
അത് റൈറ്റ് സൈഡിന് വേണ്ടി. അടുത്തത് 7 പിക്സൽ, അത് ബോട്ടം. അടുത്തത് 50 പിക്സൽ, അത് ലെഫ്റ്റ്. ഇനി ബ്രൗസറിൽ നോക്കാം. ഇപ്പോൾ റൈറ്റിലോട്ട് നീങ്ങിയല്ല, ഈക്വലായി അലൈൻ ചെയ്തില്ലേ. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ മൗസ് ഓവറും ആക്റ്റീവ് ബട്ടണും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൈഡ് നാവ് എ ഹോവർ. അടുത്ത ഫോണ്ട് കളറിന് ഹാഷ് കളർ. അടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ. മൗസ് കഴ്സർ കൊണ്ടുവരുമ്പോൾ ഏത് കളറാണോ അവിടെ വേണ്ടത് ആ കളർ അവിടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ആക്റ്റീവ് ആയിക്കുള്ള ബട്ടൺ കൊടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് ഡോട്ട് സൈഡ് നാവ് എ ആക്റ്റീവ്. അത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. അടുത്ത ഫോണ്ട് കളറിന് കളർ കൊടുക്കുന്നു. ഇനി ഏത് ബട്ടണാണ് ആക്റ്റീവ് ആയിരിക്കേണ്ടത് ആ ഹോമിൽ ആ ബട്ടണ് ആക്റ്റീവ് ആക്കി കൊടുക്കാം. ഇനി ബ്രൗസറിൽ നോക്കാം. കണ്ടോ, ഹോം ബട്ടൺ ആക്റ്റീവ് ആയി കിടക്കുന്നത്. മൗസ് ഓവറും ഓക്കെ ആയി. എല്ലാവരും ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനായി ഷെയർ ചെയ്യാം. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച് ഇതിലെ മിസ്റ്റേക്സ് എന്നോട് പങ്കുവെക്കുക. എൻ്റെ അടുത്ത വീഡിയോയിൽ എൻ്റെ മിസ്റ്റേക്സ് ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.